ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 31, 32, 33 ഈ 3 ശ്ലോകങ്ങൾ നോക്കാം. 31-ാമത്തെ സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യദ്ധി യുദ്ധാത് ശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മം ച എന്ന് പറഞ്ഞാൽ സ്വധർമ്മത്തെ, അവേക്ഷ്യ അഭി എന്ന് പറഞ്ഞാൽ നോക്കിയാലും, വികസിതും യുദ്ധത്തിൽ നിന്നും പിന്തിരിയുവാൻ, ധർമ്മ്യാത് ധാർമ്മികമായിട്ടുള്ള, അന്യത് ശ്രേയ ശ്രേയസ്കരമായ മറ്റൊന്ന്, ന വിദ്യതേഹി ഇല്ല തന്നെ. ഇനി നമ്മൾക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. വിവേകിയായിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഈ ലോകത്ത് ചെയ്യാനുള്ളത് ധർമാചരണം മാത്രമാണ്. അവനവന് ചെയ്യാൻ ചുമതലപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കൃത്യമായി ചെയ്യുന്നതാണ് ഈ ലൗകിക ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കർത്തവ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ കൃത്യമായിട്ട് ചെയ്താൽ ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് വിജയിക്കാം. തൻ്റെ കൃത്യങ്ങളെ ശരിക്കും അറിയാനോ അറിഞ്ഞിട്ടും ചെയ്യാനോ കഴിഞ്ഞില്ലെങ്കിലാണ് ജീവിതം ഒരു പരാജയം തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ നിലനിർത്താൻ ചെയ്യേണ്ടി വരുന്ന യുദ്ധത്തേക്കാൾ വലിയ മറ്റൊന്ന് ഒരു ഉത്തമ ക്ഷത്രിയനില്ല. അതായത് അധർമ്മത്തെ നശിപ്പിച്ചിട്ട് നമ്മൾ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യണ ആ യുദ്ധം ഉണ്ടല്ലോ, അതാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചുമതല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഭഗവാൻ അർജുനനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ മുഴുവൻ. ക്ഷത്രിയനാണെന്നും ചന്ദ്രവംശജനാണെന്നും ഒക്കെ നീ അഭിമാനിക്കുന്നുണ്ടല്ലോ അർജുന എന്നാണ് ഭഗവാൻ ചോദിക്കണേ. കൗരവന്മാർ നിൻ്റെ സഹോദര സ്ഥാനീയരാണെങ്കിലും അവർ അധർമ്മികളും നിൻ്റെ ശത്രുക്കളുമാണെന്ന് നിനക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ. നിൻ്റെ വിശ്വാസം അത് തന്നെയാണല്ലോ. കൗരവരെ അധർമ്മികളും നിൻ്റെ ശത്രുക്കളുമാണെന്ന് തന്നെയാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ കാരണം മറ്റുള്ള സജ്ജനങ്ങളും ഈ ലോകം തന്നെയും വിഷമിക്കുന്നതായി നീ പറയാറുണ്ടല്ലോ. അധർമ്മധ്വംസനം എന്ന് പറഞ്ഞത് ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ നിൻ്റെ ചുമതലയാണല്ലോ. അതിനാൽ ഒരിക്കലും നീ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് കഴിയില്ല. നീ ഒരു ക്ഷത്രിയനാണെങ്കിൽ നിനക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ഭഗവാൻ പറയാണ്. നിൻ്റെ അനിഷേധ്യമായിട്ടുള്ള കർത്തവ്യം ആണ് ഈ യുദ്ധം വിജയകരമായി പൂർത്തിയാക്കേണ്ടത്. ഇനി ഹിംസ എന്നൊരു ഒഴിവൊക്കെ പറഞ്ഞിട്ട് നീ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ നീ നിൻ്റെ ധർമ്മത്തെയാണ് ധ്വംസനം ചെയ്യുന്നത്. അർജുനൻ ഈ ബന്ധുക്കളെ വധിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞിട്ട് ആണല്ലോ തളർന്നിരുന്നതൊക്കെ തേർത്തട്ടിൽ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഈ ഹിംസ എന്നുള്ളൊരു ഒഴിവൊക്കെ പറഞ്ഞിട്ട് നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ധർമ്മത്തെയാണ് ധ്വംസനം ചെയ്യുന്നതെന്ന്. തൻ്റെ ധർമ്മം പാലിക്കാത്തവന് ഇഹത്തിലും പരത്തിലും ഒരു ഗതിയും ഉണ്ടാവില്ല. നിൻ്റെ സഹോദര സ്ഥാനീയരാണ് ഈ കൗരവന്മാരെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ സഹോദരന്മാരോടല്ല യുദ്ധം ചെയ്യേണ്ടത്, അധർമ്മത്തോടാണ് എന്ന് നീ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഈ അധർമ്മത്തോടുള്ള യുദ്ധത്തിൽ നിന്ന് മാറാൻ ഒരു ഉത്തമ ക്ഷത്രിയന് ഒരു അർഹതയില്ല. നീ അത് മനസ്സിലാക്കി ഈ യുദ്ധം വിജയകരമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടും നീ പിന്മാറുന്നുവെങ്കിൽ അത് അവിവേകവും ധർമ്മധ്വംസനവും തന്നെയാണ്. അതിൻ്റെ ഫലമാകട്ടെ നരകവുമാണ്. ഇനി ഇതിന് തന്നെ നമുക്ക് തത്വജ്ഞാനപരമായിട്ട് അർത്ഥം നോക്കാം. ഈ ശരീരക്ഷേത്രത്തിൻ്റെ പാലകനായ ക്ഷത്രിയൻ കൂടിയാണ് ഈ മനോബുദ്ധി അഹങ്കാരങ്ങളുടെ ഉൽപ്പന്നമായിട്ടുള്ള ഞാൻ എന്നുള്ളത്. ശരീരം ഒരു ക്ഷേത്രമായിട്ട് സങ്കല്പിച്ച ആ ക്ഷേത്രത്തിൻ്റെ പാലകനായിട്ടുള്ള ക്ഷത്രിയൻ ആരാണ്? ഈ മനോബുദ്ധി അഹങ്കാരങ്ങളുടെ ഉൽപ്പന്നമായിട്ടുള്ള ഞാൻ. അതിനാൽ ഈ ശരീരക്ഷേത്രത്തെ സംബന്ധിച്ച ദുർവാസനകളോടുള്ള യുദ്ധം പോലെ ശ്രേയസ്കരമായി എനിക്ക് വേറെ യാതൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ ഒരു താത്വികമായിട്ടുള്ള അർത്ഥം കൂടിയും അതിനുണ്ട്. നമ്മൾ പറയാറുള്ള പോലെ ഇത്
മനസ്സിൽ നമ്മളുടെയൊക്കെ മനുഷ്യർ എല്ലാ അർജുനന്മാരാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നടക്കുന്ന സംഘട്ടനങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഈ നമ്മളുടെ മനോബുദ്ധി അഹങ്കാരങ്ങളുടെ ഉൽപ്പന്നമാണ് ഈ ഞാൻ എന്ന് പറയുന്നത് ശരീരക്ഷേത്രത്തിൽ. അപ്പോൾ എത്രയായാലും ഈ ദുർവാസനകളോടുള്ള സമരം അത്യന്താപേക്ഷിതം തന്നെയാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലബന്ധേ യുദ്ധമീദൃശം. അർത്ഥം നോക്കാം വാക്കുകളുടെ. ഉപപന്നം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നതും, അപാവൃതം എന്ന് പറഞ്ഞാൽ തുറന്നിരിക്കുന്ന, സ്വർഗദ്വാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വാതിലുമായ, ഈ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള, ലഭന്തേ പ്രാപിക്കുന്നുവോ, തേ അവർ, സുഖിന സുഖികൾ തന്നെ. ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം. ഭഗവാൻ പറയാണ്, ഹേ അർജുന, തൻ്റെ ധർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കുന്നത് സ്വർഗാനുഭൂതിക്ക് കാരണമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. എപ്പോഴും അത് ധർമ്മ സംരക്ഷണം, ധർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കുന്നത് സ്വർഗാനുഭൂതിക്ക് കാരണമാണ്. ധർമ്മത്തെ അന്വേഷിച്ചറിഞ്ഞും സാഹസപ്പെട്ടും ഒക്കെ നിറവേറ്റാനേ നമുക്ക് സാധാരണ മനുഷ്യർക്കൊക്കെ സാധിക്കുള്ളൂ. അതായത് ഇവിടെ അർജുനൻ്റെ കേസിലാണെങ്കിൽ എന്തുണ്ടായിരിക്കണേ, അന്വേഷിക്കാതെയും പ്രയത്നിക്കാതെയൊക്കെ തന്നിലേക്ക് വന്നിട്ടുള്ള ധർമ്മത്തെ ഒരാൾ നിരസിക്കുന്നു, ധർമ്മം ചെയ്യാനുള്ളൊരവസരത്തെ ഒരാൾ നിരസിക്കുന്നു എന്ന് വന്നാൽ തനിക്ക് വേണ്ടി തുറന്നിട്ടുള്ള സ്വർഗവാതിൽ താൻ തന്നെ അടയ്ക്കുന്നു എന്നാണ് അർത്ഥം. അർജുനൻ അന്വേഷിച്ച് പോയിട്ടല്ലല്ലോ ഈ അധർമ്മം നശിപ്പിക്കാനുള്ള ഇത് വന്നു ചേർന്നിരിക്കണം, അവസരം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്നാൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ സ്വയം അടയ്ക്കുന്ന പോലെയെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭാഗ്യശാലികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് ഇങ്ങനെ യാദൃച്ഛികമായിട്ടുള്ള അവസരങ്ങൾ കിട്ടും. അന്വേഷിക്കാതെ തന്നെ നിന്നിലേക്ക് വന്നതാണ് ഈ യുദ്ധം എന്നാണ് അർജുനനോട് പറയുന്നത്. ഈ യുദ്ധം കൊണ്ട് നിനക്ക് വലിയ ധർമ്മം നിറവേറ്റിയെന്ന ഒരു ചാരിതാർത്ഥ്യം കിട്ടും. ഈ യുദ്ധത്തിനെ തള്ളിക്കളയുന്ന പക്ഷം എന്താ ഉണ്ടാവുക, ഒരു വലിയ ധർമ്മത്തെ നിരസിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു പശ്ചാത്താപവും നിനക്കുണ്ടാവും. ഇവിടെ ഈ നാട്ടുനടപ്പ്, അന്നത്തെ കാലത്തുള്ള നാട്ടുനടപ്പുള്ള സ്വർഗസങ്കല്പത്തെ ഭഗവാൻ സൂചിപ്പിക്കുന്നതും ഒരു ചിരിയോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പക്ഷം ഇനി പുറകെ വരുന്ന ശ്ലോകങ്ങളിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് ഒരിക്കലും സ്വർഗപ്രാപ്തിയല്ല കാണേണ്ടതെന്നാണ് ഭഗവാന്റെ പക്ഷം. അതിനി നമുക്ക് അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാനൊരു ആ നാട്ടു നടപ്പനുസരിച്ചാണ് പറയുന്നത്, ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഇനി വാക്കുകളുടെ അർത്ഥം. അഥ എന്ന് പറഞ്ഞാൽ എന്നാൽ, ഇമം ഈ, ധർമ്മ്യം ധാർമ്മികമായ, സംഗ്രാമം എന്നുവെച്ചാൽ യുദ്ധത്തെ, ത്വം നീ, ന കരിഷ്യസി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ലെങ്കിൽ, തഥാ അതുകൊണ്ട്, കീർത്തിം ച കീർത്തിയെയും, ഹിത്വ ഉപേക്ഷിച്ച്, അവാപ്സ്യസി പ്രാപിക്കും. അപ്പം ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം. തികച്ചും നിൻ്റെ ധർമ്മമാണ് ഈ യുദ്ധം. നീ അത് സ്വീകരിക്കാതെ പിന്മടങ്ങുന്നു എന്ന് വന്നാൽ നിൻ്റെ ധർമ്മത്തെയും യശസ്സിനെയും നീ ബലി കഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ വീണ്ടും അർജുനനോട് പറയണം, യശസ് ഈ ലോകത്തെയും ധർമ്മം പരലോകത്തെയും സുഖാനുഭവങ്ങൾക്ക് കാരണമാണ്. ഇതിന് രണ്ടിനെ നീ ഉപേക്ഷിക്കുന്ന പക്ഷം ഇഹപരലോകങ്ങളിലെ മുഴുവൻ സുഖത്തെയുമാണ് നീ നശിപ്പിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം. അതുമാത്രമല്ല, അറിഞ്ഞിട്ടും തൻ്റെ ധർമ്മത്തെ ആചരിക്കാതെ തള്ളിക്കളഞ്ഞ എന്നുള്ള ആ ഒരു തോന്നൽ, മനഃപൂർവ്വമായിട്ടുള്ള ആ കുറ്റത്തിൻ്റെ ഫലമായിട്ട് നീ നരകത്തെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഈ കുറ്റബോധം നിന്നെ അലട്ടുകയും നിനക്ക് നരകം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. യഥാർത്ഥത്തിലുള്ള ധർമ്മത്തെ മനസ്സിലാക്കിയിട്ടും അത് ആചരിക്കാതെ നീ തള്ളിക്കളഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് നരകമാണ്. പാപത്തിൻ്റെ ഫലമായ നരകാനുഭൂതി കൊണ്ട് ഈ ഇഹപരങ്ങളായ രണ്ട് ലോകങ്ങളും നിനക്ക് എങ്ങനെയാവുക, ദുഃഖസമ്പൂർണ്ണ ആവാൻ പോവുകയാണ്.
രണ്ട് ലോകങ്ങളിലും ഇഹലോകത്തും പരലോകത്തും നിനക്ക് ദുഃഖം മാത്രമാണ് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാവാൻ പോകുന്നത്. അതിനാൽ അർജുന, നീ ഒരിക്കലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ നിൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ യുദ്ധം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തൊക്കെ പറഞ്ഞ പോലെ മനസ്സിൽ നടക്കുന്ന ദുർവാസനകളും നല്ല വിചാരങ്ങളും തമ്മിലുള്ള ഒരു സംഘട്ടനം എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. നന്ദി. ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. നന്ദി.